ശക്തമായ കാറ്റിലും മഴയിലും കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മലയോര മേഖലയിൽ മരം വീണ് നിരവധി വീടുകൾ തകർന്നു. കൊടുവള്ളിയിൽ മരം വീണ് ട്രാൻസ്ഫോമർ നിലംപൊത്തിയിട്ടുണ്ട്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥില, ജില്ലയുടെ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരമാണെങ്കിൽ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. വിവരങ്ങൾ എന്താണ് വിവിധയിടങ്ങളിൽ നിന്ന് മിഥില? റിജിത്തെ, അതിശക്തമായ കാറ്റാണ് ഇന്ന് കോഴിക്കോട്ടിൻ്റെ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന താമരശ്ശേരി, മുക്കം, ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ, കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ, ഗ്രാമീണ മേഖലകളിലാണ് ഇന്ന് പുലർച്ചെ 4:30 ഇത്തരത്തിൽ ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിൽ വലിയ രീതിയിൽ കാറ്റ് ആഞ്ഞു വീശിയത്. ഈ ഒരു കാറ്റിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് തെങ്ങും ഉൾപ്പെടെയുള്ള മറ്റ് മരങ്ങൾ വീണു വീടുകൾക്ക് കേടുപാടുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭ്യമായ ഒരു വാർത്ത എന്നത് ദമ്പതികൾക്ക് വീടിൻ്റെ മുകളിൽ തെങ്ങ് വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ബാലുശ്ശേരി കോക്കല്ലൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മീത്തലെ ചാലിൽ കുമാരൻ 75 വയസ്സ്, ഭാര്യ കാർത്തി എന്നിവർക്കാണ് പരിക്കേറ്റുള്ളത്. ഈ കുമാരൻ്റെ തലയ്ക്കാണ് പരിക്കേറ്റുള്ളത്. കുറച്ച് ഗുരുതരമാണ് ഈ പരുക്ക്. അദ്ദേഹത്തെ ബാലുശ്ശേരിയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 4:30 മുതലാണ് ഇത്തരത്തിലുള്ള, ഞാൻ സൂചിപ്പിച്ചതുപോലെ, ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റാണ് ആഞ്ഞു വീശിയത്. താമരശ്ശേരി ചുരത്തിൽ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സും താമരശ്ശേരി ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും നാട്ടുകാരുമെല്ലാം ചേർന്ന് ഈ മരങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊയിലാണ്ടിയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു. പക്ഷേ വീട്ടിനുള്ളിൽ ആളുകളുണ്ടായിരുന്നു. ഭാഗ്യം എന്ന് പറയട്ടെ, അവർക്കാർക്കും യാതൊരു തരത്തിലുള്ള പരുക്കും ഉണ്ടായിട്ടില്ല. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു പരുക്ക് ഉള്ളത് ഈ പറയുന്ന ബാലുശ്ശേരിയുള്ള ഈ ദമ്പതികൾക്കാണ്. രഞ്ജിത്ത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്.